മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു മുഖവരുടെ ആവശ്യമില്ലാത്ത കൃതിയാണ് ആടുജീവിതവും അതിന്റെ എഴുത്തുകാരനായ ബെന്യാമിനും. അദ്ദേഹത്തിന്റെ തന്നെ തൂലികയിൽ നിന്ന് ജന്മം കൊണ്ട തികച്ചും വ്യത്യസ്തമായ മറ്റൊരു നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ഒരു അന്വേഷണാത്മകതയിലൂടെ പുരോഗമിക്കുന്ന ഈ നോവലിനെ മറ്റു നോവലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്നത് ഒരു പിടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാതെ കഥ പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു നോവലിനുള്ളിൽ മറ്റൊരു നോവൽ, ഒരു അന്വേഷണത്തിന്റെ ഉത്തരം കണ്ടെത്താൻ മറ്റൊരു അന്വേഷണം. നോവലിനുടനീളം നമ്മളും അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. ചില സമയങ്ങളിൽ അവർക്ക് മുന്നേ ഉത്തരങ്ങൾ തേടി. ഉദയംപേരൂർ എന്ന നാട്ടിൽ വലിയടത്തെന്ന ഒരു പുരാതന ക്രിസ്ത്യ തറവാടുണ്ടായിരുന്നു. ബെന്യാമിനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനിലും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ തറവാട്ടിലേക്ക് മറിയ സേവയ്ക്കെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. നെടുമ്പാശ്ശേരി എന്ന തന്റെ പുതിയ നോവലിന്റെ പണിപ്പുരയിലായിരുന്നു ബെന്യാമിൻ. ആ സമയത്താണ് ഒരു അജ്ഞാതനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ ലഭിക്കുന്നത്. തുടക്കത്തിൽ കാര്യമായ പ്രാധാന്യം നൽകാതെ അദ്ദേഹത്തിനെ മാറ്റിവെക്കുകയാണ്. എന്നാൽ നെടുമ്പാശ്ശേരി എന്ന അദ്ദേഹത്തിന്റെ പുതിയ നോവൽ പൂർത്തീകരിക്കാൻ പറ്റാതിരുന്നൊരു സാഹചര്യത്തില് അദ്ദേഹം ഈ ഇമെയിലിനെ കുറിച്ച് ആലോചിക്കുകയും അത് വായിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ആ ഇമെയിലില് ബെന്യാമിനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും തനിക്കും ഒരു എഴുത്തുകാരനായി തീരാനാണ് ആഗ്രഹമെന്നും താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നോവലിന്റെ 1ാം ഭാഗം ഈ ഇമെയിലിനോട് കൂടെ അയക്കുന്നുണ്ടെന്നും എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം തനിക്ക് ഇതിന്റെ അടുത്ത ഭാഗം അയക്കാൻ കഴിയില്ലെന്നും എന്നാൽ കഥയിലെ ചില കഥാപാത്രങ്ങളുടെ കൈവശം താൻ അത് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്നും 1ാം ഭാഗം വായിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്വയമേ അന്വേഷിച്ച് കണ്ടെത്താനുമായിരുന്നു ആ ഇമെയിലിന്റെ ഉള്ളടക്കം. ഇവിടുന്ന് അങ്ങോട്ട് ക്രിസ്റ്റി അന്ത്രപ്പേറിന്റെ കഥകൾ ആരംഭിക്കുകയാണ്. ബ്രിട്ടീഷ് ഇന്ത്യ സമുദ്ര അതിർത്തിയിലെ ഒരു ദ്വീപായ ഡീഗോ ഗാർഷ്യ, അവിടെ അധികാരിയായി കുടിയേറ്റം ആരംഭിച്ച അവിര അന്ത്രപ്പേർ. ആ പ്രമാണി കുടുംബത്തിൽപ്പെട്ട ആളാണ് താനെന്നും അവിടുത്തെ ജീവിത രീതികൾ, കാലാവസ്ഥ, ഭൂമിശാസ്ത്രം, അവിടുത്തെ ക്രൈസ്തവ ചരിത്രം, എന്തിനേറെ അവിടുത്തെ ആളുകൾക്ക് വൻകരോടുള്ള സ്നേഹം വരെ ക്രിസ്റ്റിയുടെ നോവലിൽ നിന്ന് നമുക്ക് തൊട്ടറിയാൻ കഴിയും. പിതാക്കന്മാരുടെ പുസ്തകം എന്ന പേരാണ് തന്റെ നോവലിനിടാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് ക്രിസ്റ്റി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. എഴുത്ത് പുരോഗമിക്കുന്നിടയിൽ യാദൃശ്ചികമായി ക്രിസ്റ്റി ഒരു കൊലപാതകം നേരിട്ട് കാണുകയാണ്. തുടക്കത്തില് അത് ആരായിരുന്നെന്ന് അവന് വ്യക്തമായിരുന്നില്ല. പിന്നീട് അതെന്റെ സുഹൃത്ത് സഹപാഠിയുമായ സെന്തിലാണെന്ന് ക്രിസ്റ്റി തിരിച്ചറിയുന്നു. ക്രിസ്റ്റി നോക്കി നിൽക്കെ തന്നെ പബ്ലിക് സെക്യൂരിറ്റീസ് വന്ന് സെന്തിലിന്റെ മൃതദേഹം നീക്കം ചെയ്യുന്നുണ്ട്. പിന്നീട് സെന്തിലിന്റെ മൃതദേഹം അന്വേഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിയ ക്രിസ്റ്റിയെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. സെന്തിലിന്റെ മൃതദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമല്ല, അങ്ങനെ ഒരു കൊലപാതകം ഡീഗോയിൽ നടന്നിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു അവന്റെ വാദം. പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അങ്ങനെ ഒരു കൊലപാതകത്തിന്റെ യാതൊരു തെളിവും ലഭിക്കാതായതോടെ തന്റെ കൺമുമ്പിൽ വെച്ച് നടന്ന കൊലപാതകം എങ്ങനെ ഇല്ലാതായി എന്നത് ക്രിസ്റ്റിയെ ആകുലപ്പെടുത്തി. സെന്തിലിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ തുടങ്ങുന്നിടത്ത് വെച്ച് ആ ഇമെയിലിന്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതോടെ ക്രിസ്റ്റിക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നും സെന്തിലിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്തെന്നറിയാൻ നമ്മളെപ്പോലെ തന്നെ എഴുത്തുകാരനായ ബെന്യാമിനും അദ്ദേഹത്തിന്റെ വ്യാഴച്ചന്തയിലെ സുഹൃത്തുക്കൾക്കും ആകാംക്ഷയായി. സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്രിസ്റ്റിയുടെ കഥയുടെ അടുത്ത ഭാഗം തേടി അവർ യാത്രയാവുകയാണ്. അങ്ങനെ ക്രിസ്റ്റിയിൽ മാത്രം ഒതുങ്ങി നിന്ന ആ കഥ പതിയെ അനിതയിലേക്കും അൻബിയിലേക്കും മെൽവിനിലേക്കും നീളുകയാണ്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റിയുടെ ഉറ്റ സുഹൃത്തായ മെൽവിൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതോടെ കഥ ഉദ്യോഗജനകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഒപ്പം കഥയുടെ സ്വഭാവം തന്നെ മാറുകയാണ്. ബെന്യാമിന്റെയും ക്രിസ്റ്റിയുടെയും അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ഡീഗോ ഗാർഷ്യയുടെയും ഉദയംപേരൂരിന്റെയും വെള്ളിയടത്ത് തറവാടിന്റെയും മറിയം സേവയുടെയും തൈക്കാട്ടമ്മയുടെയും വില്യാർ വട്ടത്തിന്റെയും ഉദയംപേരൂർ സുനഹദോസ്, കൂനൻകുരിശ് സത്യം പോലുള്ള ചരിത്ര പ്രധാന സംഭവങ്ങളിലേക്കും കഥ വളരുകയാണ്. ഡീഗോ ഗാർഷ്യയിലെ അന്ത്രപ്പേർ കുടുംബത്തിന്റെ ഉദയംപേരൂരിലെ ചരിത്രവേരുകൾ തേടിപ്പോകുന്നതോടൊപ്പം തന്നെ നോവലിലെ 2 പ്രധാനപ്പെട്ട കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പലരുടെ കൈകളിലായി ഒളിപ്പിച്ചു വെച്ച ക്രിസ്റ്റിയുടെ കഥാഭാഗങ്ങൾ തേടിപ്പോകുന്ന യാത്ര തീർത്തും ഒരു ട്രഷർ ഹണ്ട് ഫീലാണ് നമുക്ക് നൽകുന്നത്. ഒടുവിൽ പണിതീരാത്തൊരു വീട് പോലെ വായനക്കാരെ അല്പം നിരാശാജനകമാക്കിക്കൊണ്ട് നോവൽ പാതി വഴിയിൽ അവസാനിക്കുകയാണ്. എന്നാൽ ഒരുപാട് രാത്രികളുടെ ഉറക്കം കെടുത്താൻ പോന്ന ഒരു പിടി ചോദ്യങ്ങളും സംശയങ്ങളും അന്വേഷണങ്ങളും തന്നിട്ടാണ് മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ഈ പുസ്തകം അവസാനിക്കുന്നത്. ഏതൊരു പുസ്തക പ്രേമിയും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ഈ പുസ്തകം.